ഓക്കെ, അടുത്ത് നമ്മൾ ഇത്രയും ചെയ്തു വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാലിനെ നമ്മുടെ ഹിപ്പില്ലേ, റൂട്ടിലേക്കല്ല, ഇത് നമ്മൾ റൂട്ട് ജോയിൻ്റ് എന്നാണ് കൊടുത്തിരിക്കുന്നത്, റൂട്ടിലേക്കല്ല ഹിപ്പിലേക്ക് നമ്മൾ പാരൻറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ ഈ കാല് സെലക്ട് ചെയ്തു, ഷിഫ്റ്റ് പിടിച്ചിട്ട് ഹിപ്പിൻ്റെ ജോയിൻറ്റ് സെലക്ട് ചെയ്ത് പി കൊടുക്കുന്ന സമയത്ത് കണ്ടോ, അവിടെ നിന്ന് ഇങ്ങോട്ട്, അതായത് ഈ സൈഡിലേക്ക് റിഗ് ചെറുതായി വരുന്ന രീതിയിലുള്ള കണക്ഷനാണ് വീണിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ ഇപ്പുറത്തെ കാലം സെലക്ട് ചെയ്യുക, നടുക്കുള്ള ഹിപ്പ് സെലക്ട് ചെയ്യുക, പി കൊടുക്കുക. പി കൊടുക്കുന്ന സമയത്ത് നമ്മുടെ റൂട്ട് ജോയിൻറ്റുമായിട്ട് കണ്ടോ ഇത്രയും കൺട്രോൾ ആ റൂട്ട് ജോയിൻറ്റിലേക്ക് വന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇനി നമ്മൾ ഇവിടെ ചെയ്യാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി നമുക്ക് ചെയ്യാനുള്ള എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ടെമ്പററി കൺട്രോൾസ്, ഇവിടെ ജോയിൻറ്റ് ഓഫ് ആണെന്നുണ്ടെങ്കിൽ ഓൺ ചെയ്ത് തരാം. ഇവിടെ ടെമ്പററി കൺട്രോൾസ് ആയിട്ട് നമ്മൾ ക്ലസ്റ്റർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ക്ലസ്റ്റർ വെച്ചിട്ടാണ് നമ്മൾ ആ ഒരു ജോയിൻറ്റിനെ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. സ്പൈനിനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലസ്റ്ററേ പറ്റുള്ളൂ എന്ന് പറഞ്ഞായിരുന്നു. വേറെ കൺട്രോൾ ഹാൻഡിൽസ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഓരോ ക്ലസ്റ്റർ സെലക്ട് ചെയ്യുമ്പോഴത്തേക്ക് ഓരോ ജോയിൻറ്റിനും അതിൻ്റേതായിട്ടുള്ള മൂവ്മെൻറ്റ് വരും എന്ന് പറഞ്ഞായിരുന്നു അല്ലേ. ഓക്കെ, ഇനി ഇത് ടെമ്പററി കൺട്രോൾസ് ആണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമ്മൾ ചെയ്യുന്ന എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ബാക്ക് കൺട്രോൾ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ഷേപ്പ് ഉണ്ടല്ലോ, ഈ ഷേപ്പ് സെലക്ട് ചെയ്യുക, ഷിഫ്റ്റ് പിടിച്ചിട്ട് ഈ കൺട്രോൾ സെലക്ട് ചെയ്തതിന് ക്ലസ്റ്റർ സെലക്ട് ചെയ്തതിന് ശേഷം കൺസ്ട്രെയിനകത്ത് പോയിന്റ് കൺസ്ട്രെയിൻ കൊടുക്കുക. ഈ പോയിന്റ് കൺസ്ട്രെയിൻ കൊടുക്കുന്ന സമയത്ത് ഇവിടെ ഒരു ചാട്ടം സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ പോയിന്റിന്റെ ഓപ്ഷൻ എടുക്കുക. ഓപ്ഷൻ എടുത്തതിന് ശേഷം മെയിൻ ഓഫ്സെറ്റ് ടിക്ക് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് അപ്ലൈ കൊടുക്കുക. കണ്ടോ, അപ്ലൈ കൊടുക്കുന്ന സമയത്ത് ഇപ്പോൾ ഈ ക്ലസ്റ്ററിന്റെ കൺട്രോൾ ഏതിനകത്തേക്ക് ആഡ് ആയിട്ടുണ്ട്, ഈ ഒരു കൺട്രോളിലേക്ക് ആഡ് ആയിട്ടുണ്ട്. കണ്ടോ, അപ്പോൾ ഇനി ഈ ക്ലസ്റ്ററിന്റെ ആവശ്യം ഇവിടെ ഇല്ല. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എംപ്റ്റി ലെയർ ക്രിയേറ്റ് ചെയ്യുക. ആ ലെയറിനകത്ത് ഇപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള, നമുക്ക് മനസ്സിലാവുന്നത് പോലെ എന്താണെന്ന് വെച്ചാൽ ടൈപ്പ് ചെയ്ത് വയ്ക്കാം. ഇപ്പം കോൺഫിഡൻഷ്യൽ എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്തു, സേവ് കൊടുത്തപ്പോൾ കോൺഫിഡൻഷ്യൽ എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട്. ഇത് നമുക്ക് ഇത് തൊടാൻ പാടില്ല എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ക്ലസ്റ്റർ സെലക്ട് ചെയ്യുക, ആഡ് സെലക്റ്റഡ് ഒബ്ജക്റ്റ് കൊടുക്കുക, എന്നിട്ട് ഈ വി അങ്ങ് ഓഫ് ചെയ്യുക. വി ഓഫ് ചെയ്യുമ്പോഴത്തേക്ക് കണ്ടോ ആ ക്ലസ്റ്റർ അങ്ങ് ഓഫ് ആയിരിക്കുന്ന കണ്ടോ. അപ്പോൾ നമുക്ക് മെയിൻ കൺട്രോൾ മാത്രമേ ഇവിടെ ഉള്ളൂ. ഓക്കെ, ഇനി അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ കൺട്രോൾ. അപ്പോൾ ആദ്യം നമ്മൾ ചെസ്റ്റ് സെലക്ട് ചെയ്യുക, ചെസ്റ്റിൻ്റെ കൺട്രോൾ സെലക്ട് ചെയ്യുക, ഈ കർവ് സെലക്ട് ചെയ്തതിന് ശേഷം ഈ പറഞ്ഞതുപോലെ കൺസ്ട്രെയിനകത്ത് വന്നിട്ട് പോയിന്റ് കൺസ്ട്രെയിൻ കൊടുക്കുക. ഒരു തവണ പോയിന്റ് കൺസ്ട്രെയിനകത്ത് മെയിൻ ഓഫ്സെറ്റ് ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് തന്നെ ആയിരിക്കും വന്നുകൊണ്ടിരിക്കുന്നത്, റീസെറ്റ് ആവുന്നത് വരെയും കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അടുത്ത കർവ് സെലക്ട് ചെയ്യുക, ക്ലസ്റ്റർ സെലക്ട് ചെയ്യുക, എന്ത് കൊടുക്കുക, പോയിന്റ് കൺസ്ട്രെയിൻ കൊടുക്കുക. അത് കൺസ്ട്രെയിൻ പോയിന്റ് തന്നെയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇനി വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പോയിന്റ് തന്നെ കൊടുത്തുകൊണ്ടിരിക്കുക. ഇത് ഓരോന്നും കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ കർവ് വർക്ക് ആവുന്നുണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് നോക്കിക്കൊള്ളണം കേട്ടോ. ഓക്കെ, അതിനെയും നമുക്ക് എന്ത് ചെയ്യണം, ഇതിനകത്തേക്ക് ആഡ് ചെയ്യണം. അപ്പോൾ ഈ രണ്ട് കർവ് ഇവിടെ റൈറ്റ് ക്ലിക്ക് കൊടുത്തു, ആഡ് സെലക്റ്റഡ് ഒബ്ജക്റ്റ്, ഇവിടെ ഓഫ് ചെയ്തിട്ടിരിക്കുന്നതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി അത് ഓഫായി പൊക്കോളും. ഓക്കെ, ഇനി അടുത്ത് നമ്മുടെ ഈ ഹിപ്പ് കൺട്രോൾ 2 എന്ന് പറഞ്ഞിട്ട് ഇവിടെ നമ്മൾ ഒരു കൺട്രോൾ കൊടുത്തിട്ടുണ്ട്, ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട് അല്ലേ, രണ്ടും. ഇത് ഹിപ്പ് കൺട്രോൾ, ഇത് ഹിപ്പ് കൺട്രോൾ 2 എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇത് ഫസ്റ്റ് ഞാൻ റിഗ് ചെയ്ത എൻ്റെ ഫയൽ ഫുൾ ഡിലീറ്റ് ആയി പോയിട്ട് രണ്ടാമത് ഞാൻ ചെയ്തെടുത്താണ്. പേരിൽ ചിലപ്പോൾ മാറ്റം ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ അതൊന്ന് നോക്കിക്കൊള്ളണം. അത് മാത്രമേ ഉള്ളൂ, വേറെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. കൺട്രോൾ എല്ലാം സെയിം ആണ്. അപ്പോൾ ആ കൺട്രോൾ സെലക്ട് ചെയ്തു, ഷിഫ്റ്റ് പിടിച്ചു, കർവ് സെലക്ട് ചെയ്തതിന് ശേഷം കൺസ്ട്രെയിനകത്ത് പോയിന്റ് കൺസ്ട്രെയിൻ കൊടുക്കുക. അപ്പോൾ നമ്മളിത് സെലക്ട് ചെയ്യുന്ന സമയത്ത് അവിടം വരെ ഉള്ളത് പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ആവുന്നുണ്ട്. അത് നമുക്ക് ഇതിനെയും കൂടി ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം. റൈറ്റ് ക്ലിക്ക് കൊടുക്കുക, ആഡ് സെലക്റ്റഡ് ഒബ്ജക്റ്റ് കൊടുത്തു. ഓക്കെ, ഇതെല്ലാം സെറ്റ് ചെയ്തു. ഇനി നമുക്ക് അടുത്ത് എന്താ വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് നമുക്ക് ഇതാണ് മെയിൻ കൺട്രോൾ. അതായത് ഹിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഗ്ലോബൽ കൺട്രോൾ എന്ന് പറയുന്നത് താഴെ ഒരെണ്ണമുണ്ട്. പക്ഷെ ഹിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയുടെ ഫുൾ ജോയിന്റിനെ അതിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു ജോയിന്റ് ആണ് ഈ റൂട്ട് ജോയിന്റ് എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ അല്ലെങ്കിൽ ഈ ഹിപ്പ് ജോയിന്റ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ ജോയിന്റ് സെലക്ട് ചെയ്യുന്ന സമയത്ത് ബാക്കി എല്ലാ ജോയിന്റും ഇതിന്റെ കൺട്രോളിൽ വരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഹിപ്പ് കൺട്രോൾ 2നെ സെലക്ട് ചെയ്തു, ഷിഫ്റ്റ് പിടിച്ചിട്ട് നമ്മുടെ ഹിപ്പിന്റെ ബോക്സ് സെലക്ട് ചെയ്തു, പി കൊടുത്തു, പാരന്റ് കൊടുത്തു. അപ്പോൾ എന്തായി, ഹിപ്പ് സെലക്ട് ചെയ്യുന്ന സമയത്ത് കണ്ടോ അതിന്റെ തൊട്ട് മുകളിലുള്ള ജോയിന്റ് കൂടെ അതിന്റെ കൺട്രോളിൽ വന്നു. അതുപോലെ തന്നെ അബ്ഡോമന്റെ കൺട്രോളും
ഇതിൻ്റെ കൺട്രോളിലേക്ക്, അതായത് ഹിപ്പ് മൂവ് ചെയ്യുന്ന സമയത്ത് ബാക്കിയെല്ലാം ഇതിൻ്റെ കൂടെ വരണം. എന്നാൽ ഇത് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, മൂവ് ചെയ്യാനും പറ്റണം. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഓക്കെ. അപ്പോൾ ഇനി അടുത്തത് മുകളിലത്തെ സെലക്ട് ചെയ്തു, ഷിഫ്റ്റ് പിടിച്ചു, താഴത്തെ ബോക്സിലേക്ക്, അതിൻ്റെ തൊട്ട് താഴത്തെ റിങ്ങിലേക്കല്ല കേട്ടോ, ബോക്സിലേക്ക് കൊണ്ടുവരുന്നത്. പി കൊടുക്കുക. കണ്ടോ? അപ്പോൾ അത് അത്രയും സെലക്ട് ആയി. ഇനി ചെസ്റ്റ് അല്ലേ, ചെസ്റ്റ് സെലക്ട് ചെയ്യുക, ഷിഫ്റ്റ് പിടിച്ച് ഇതിനകത്തേക്ക് കൊണ്ടുവരിക, പി കൊടുക്കുക. അപ്പം എന്തായി? ഇതാണ്ടോ? ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഇനി ഇതിനെ പിടിക്കുക, ഷിഫ്റ്റ് പിടിച്ച് ഇതിനകത്തേക്ക് കൊണ്ടുവരിക, പി കൊടുക്കുക. അപ്പോൾ ഈ ഓൾ അപ്പർ ബോഡി കൺട്രോള് കണ്ടോ ഇതിനകത്തേക്ക് വന്നു. അപ്പോൾ ഞാനിതിങ്ങനെ എടുക്കുന്ന സമയത്ത് കണ്ടോ ഫുള്ളായിട്ട് ആ റിഗ് ഹിപ്പിൻ്റെ കൂടെ വരുന്നതായിട്ട് കാണാൻ പറ്റും. ഇരുത്തുന്ന സമയത്ത് മുകളിൽ നിന്ന് ഫുള്ളായിട്ട് താഴേക്ക് താഴ്ന്നു വരുന്നതായിട്ട് കാണാൻ പറ്റും അല്ലേ? വരുമല്ലേ? ഓക്കെ, വരുന്നുണ്ട്. ഈ തല ഇത്രയും വലിപ്പം ഉള്ളതുകൊണ്ടാണ് ഇവിടെ ഒരു റിഗ് ഇങ്ങനെ നീളത്തിന് നിൽക്കുന്നത്. അത് കാര്യമാക്കണ്ട കേട്ടോ. ഓക്കെ, കണ്ടോ? ഇതെല്ലാം പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ആവുന്നുണ്ട്. ഇരിക്കുന്ന ആ ഒരു സാധനമൊക്കെ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. ഓക്കെ, കൺട്രോൾ എസ് കൊടുത്തൊന്ന് സേവ് ചെയ്തേക്കുക. നമ്മൾ ഈ ബോക്സ് സെലക്ട് ചെയ്യുക, ഷിഫ്റ്റ് പിടിച്ചിട്ട് ഈ റിഗ് സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ ലാസ്റ്റ് കൺസ്ട്രെയിനകത്തൊരു പാരന്റ് കൺസ്ട്രെയിൻ കൊടുക്കുക. ഇത് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ഈ കണ്ടോ ഇത് കംപ്ലീറ്റ് നമ്മുടെ കൂടെ വരുന്നതായിട്ട് കാണാൻ പറ്റും. റിഗ് കംപ്ലീറ്റ് നമ്മുടെ ഈ റിഗിൻ്റെ കൂടെ വരുന്നതായിട്ട് കാണാൻ പറ്റും. ഇതിനകത്ത് ലാസ്റ്റ് ഒരു കാര്യം കൂടെ പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ചെസ്റ്റിന് ഒരു ട്വിസ്റ്റ് ഉണ്ട്. അതായത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുമ്പോഴത്തേക്ക് വയറിൻ്റെ ഈ ഭാഗത്തു നിന്ന് ചെസ്റ്റ് അങ്ങോട്ട് ഇങ്ങനെ തിരിക്കാൻ പറ്റില്ല, ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റണം. അല്ലെങ്കിൽ ഇതിനെ നമ്മൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും റൊട്ടേറ്റ് ചെയ്യാൻ പറ്റണം. ഇതിപ്പോൾ റൊട്ടേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഇവിടുത്തെ മുകളിലോട്ടുള്ള റിഗിന് യാതൊരു മാറ്റവും സംഭവിക്കുന്നതായിട്ട് കാണാനില്ല. പക്ഷേ വേറൊരു കാര്യമുണ്ട്, നമ്മളെ ഈ ഐക്യ ഹാൻഡിലുണ്ട്, നമ്മൾ സ്പൈൻ ഐക്യ കൊടുത്തിട്ടുണ്ടല്ലോ, ആ സ്പൈൻ സെലക്ട് ചെയ്യുന്ന സമയത്ത് ട്വിസ്റ്റിൻ്റെ ഒരു ആട്രിബ്യൂട്ട് ഉണ്ട് കേട്ടോ. ഈ ട്വിസ്റ്റ് സെലക്ട് ചെയ്തിട്ട് ഇവിടെ വന്നിട്ട് മിഡിൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കുന്ന സമയത്ത് ഇത് ട്വിസ്റ്റ് ആവുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ആ ട്വിസ്റ്റിനെ നമുക്ക് ഇതുമായിട്ട് കണക്ട് ചെയ്ത് കൊടുക്കണം, നമുക്കിത് റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇപ്പോൾ ചെസ്റ്റ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സൈഡ് വൈസ് ആണെന്നുണ്ടെങ്കിലും ഫ്രണ്ട് വൈസ് ആണെന്നുണ്ടെങ്കിലും മൂവ് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പറ്റുന്നുണ്ട്. പക്ഷേ റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ട്വിസ്റ്റ് ആട്രിബ്യൂട്ടുമായിട്ട് കണക്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിൻഡോയ്ക്കകത്ത് ജനറൽ എഡിറ്ററിനകത്ത് കണക്ഷൻ എഡിറ്റർ നോട്ടെ, ഇതിനകത്ത് കണക്ഷൻ എഡിറ്റർ എവിടെ ഉണ്ടെന്ന് നോക്കണം. കണ്ടന്റ് ബ്രൗസർ കണക്ഷൻ എഡിറ്റർ കണ്ടോ, കണക്ഷൻ എഡിറ്റർ എടുക്കുക. ഈ കണക്ഷൻ എഡിറ്റർ എടുത്തതിന് ശേഷം നമ്മുടെ ഈ കർവ് സെലക്ട് ചെയ്യുക. ഈ കർവ് സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ എന്താ കൊടുക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീലോഡ് ലെഫ്റ്റ് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഐക്യ സ്പൈൻ സെലക്ട് ചെയ്ത് റീലോഡ് റൈറ്റും കൊടുക്കുക. ഇനി ചെയ്യാനുള്ളത് നമ്മൾ റീലോഡ് ഇവിടെ ലെഫ്റ്റിനകത്ത് ലോഡ് ചെയ്തിരിക്കുന്ന ഏതായിരുന്നു? ഈ ചെസ്റ്റിൻ്റെ കർവ് ആയിരുന്നു അല്ലേ? ആ ചെസ്റ്റിൻ്റെ കർവില് നമ്മൾ റൊട്ടേറ്റ് എന്ന് പറയുന്ന വാല്യൂ കണ്ടുപിടിക്കുക. റൊട്ടേറ്റ് എവിടെ കിടക്കുന്നത് നോക്കുക. റൊട്ടേറ്റ് വൈക്കകത്തല്ലേ റൊട്ടേറ്റ്. ഇതിനിപ്പോൾ നമ്മൾ കൊടുത്ത് റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഏത് ആക്സിസ് ആണ് ചേഞ്ച് ആവുന്നത്? റൊട്ടേറ്റ് വൈക്കകത്താണ് വാല്യൂ ചേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ റൊട്ടേറ്റ് വൈ സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ ട്വിസ്റ്റും കണ്ടുപിടിക്കുക. നമ്മൾ ഇവിടെ ലോഡ് ചെയ്തിരിക്കുന്ന ഏതായിരുന്നു? ഈ ഐക്യല്ലേ? അപ്പോൾ ഐക്യക്കകത്തുള്ള ട്വിസ്റ്റിൻ്റെ ആട്രിബ്യൂട്ട് ഇവിടെ എവിടെയോ കാണും, അതും ഒന്ന് കണ്ടുപിടിക്കുക. ഇതാ കിടപ്പുണ്ട്, ട്വിസ്റ്റ് കിടപ്പുണ്ട്. അപ്പോൾ ചെയ്യാനുള്ളത് ഇതാണ്, റൊട്ടേറ്റ് വൈ സെലക്ട് ചെയ്യുക, അതിനെ ട്വിസ്റ്റുമായിട്ട് ജസ്റ്റ് കണക്ട് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ക്ലിക്ക് ചെയ്താൽ മാത്രം മതി. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇത് ഇറ്റാലിക്സിലോട്ട് മാറുന്നതാണ്ടോ, ആ ഇറ്റാലിക്സിലോട്ട് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കണക്ഷൻ വീണു എന്നുള്ളതാണ്. ഇനി ഇതങ്ങ് ക്ലോസ് ചെയ്തതിന് ശേഷം നമ്മൾ ആദ്യം ഈ കർവ് പിടിച്ച് റൊട്ടേറ്റ് ചെയ്ത സമയത്ത് എന്ത് ചെയ്യുന്നില്ലായിരുന്നു? ഈ ഒരു റിഗ് ട്വിസ്റ്റ് ചെയ്യുന്നില്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? കണ്ടോ, ട്വിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് W പ്രസ് ചെയ്ത് ഇതിനെ മൂവ് ചെയ്ത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനും പറ്റും. നെഞ്ചിൻ്റെ ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും ഉള്ളത്, സൈഡിലോട്ടുള്ള മൂവ്മെൻറ്റ്, അതൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും. അതോടൊപ്പം തന്നെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ട്വിസ്റ്റും കൊടുക്കാൻ പറ്റും. കണ്ടോ? അപ്പോൾ ഇതെല്ലാ ആട്രിബ്യൂട്ടും നമ്മൾ കഴിവതും ഒറ്റ കൺട്രോളിൽ തന്നെ ആ ഭാഗത്തുള്ള എല്ലാ മൂവ്മെൻറ്റും നമ്മൾ സെറ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കൈയൊക്കെ സെറ്റ് ചെയ്യാനുണ്ട്. കൈയുടെ കുറച്ച് കാര്യങ്ങളുണ്ട്. വിരൽ മടക്കാനും നോക്കാനും വേണ്ടിയിട്ട് നമുക്ക് സെറ്റ് റിബൺ കീ ആഡ് ചെയ്യണം. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ അടുത്ത ക്ലാസ്സിൽ നമുക്ക് നോക്കാം. ഓക്കെ.